ഇന്ന് നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഒരുമിച്ച് കാണാൻ വേണ്ടി തീരുമാനിച്ചത്. ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ വിജയിക്കാൻ വേണ്ടി തന്നെയാണ് ഇന്ത്യയെ മത്സരിച്ചത്. വിജയപ്രതീക്ഷ പൂർണ്ണമായും മത്സരത്തിന്റെ എല്ലാ ഘട്ടത്തിലും ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ജനവിധി വന്ന സമയത്ത് LDF വിജയിച്ചു. ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ്. 45,788 വോട്ടാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ ബൂത്ത് തലത്തിലുള്ള വോട്ട്, അതിന്റെ പാറ്റേൺ, ഇതൊക്കെ തന്നെ വിശദമായി പരിശോധിക്കുന്ന സമയത്ത് ഈ തെരഞ്ഞെടുപ്പില് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തില് മുന്നേറ്റം കാഴ്ചവെക്കാൻ പറ്റിയ ഒരേ ഒരു മുന്നണി അത് NDA ആണ് എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തവണ LDFന്റെ വോട്ട് 69,898 വോട്ടാണ്. 69,898 വോട്ടാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ഉണ്ടായിരുന്നു. ഇത്തവണ അത് 59,163 കുറഞ്ഞു. കഴിഞ്ഞ കുറെ നാളുകളായി ഈ മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയും NDAയും നടത്തിക്കൊണ്ടിരുന്ന പ്രചരണങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും ഒക്കെ തന്നെ ഒരു വലിയ ഫലമാണെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. 7,526 വോട്ടാണ് NDAക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ തവണ LDFന്റെ ഭൂരിപക്ഷം 40,000 വോട്ടാണ് 2021 തുടക്കത്തിൽ. അന്ന് പത്രമാധ്യമങ്ങളും മറ്റ് മീഡിയയും ഇടതുപക്ഷ ഹാൻഡിലുകളൊക്കെ തന്നെ പറഞ്ഞത് ഇതൊരു ഇടതുപക്ഷ കോട്ടയാണ്. ഇത്തവണയും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഞങ്ങൾ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അതായിരുന്നു. കാരണം 31,500 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഈ നിയോജക മണ്ഡലത്തിൽ LDF ഉണ്ടായത്. മനസ്സിലാക്കുന്ന എല്ലാ പത്രങ്ങളും അതുപോലെ തന്നെ മറ്റു മാധ്യമങ്ങളെല്ലാം നമ്മുടെ വിഷ്വൽ മീഡിയ എല്ലാം തന്നെ തുടക്കഘട്ടത്തിൽ ഇതൊരു ഇടതുപക്ഷ കോട്ട എന്നുള്ളതിന്, അതായത് എങ്ങനെ വന്നാലും ശരി ഇവിടെ ഇടതുപക്ഷം ജയിക്കും, അപ്പൊ ഇവിടെ ഒരു വലിയ മത്സരത്തിന് പോലും സാധ്യതയില്ല എന്ന നിലയ്ക്കാണ് ആദ്യം വാർത്തകൾ വന്നിരുന്നത്. ഇതൊക്കെ തന്നെ ഇത് എല്ലാ തലങ്ങളിലും ഇവിടെ ചർച്ച ചെയ്യുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ഒരു പകുതി ഘട്ടം കഴിയുന്ന സമയത്താണ് ഇവിടെ ഒരു വലിയ ശക്തമായ ഒരു മത്സരം ഉണ്ട് എന്ന് മറ്റ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ബോധ്യപ്പെടുന്നു. അപ്പൊ തുടക്കത്തിന് ഈ വലിയൊരു ഭൂരിപക്ഷം, 39,000 വോട്ടിന്റെ ഭൂരിപക്ഷം, കഴിഞ്ഞവിടെ 41,000 വോട്ട്, അപ്പൊ ഇത് വലിയ കോട്ടകളാണ് ഇത്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ ആകത്തുകയായി ഞങ്ങൾ കാണുന്നത് ഇടതുപക്ഷത്തിന്റെ ആറ്റിങ്ങൽ കോട്ട അത് പൊളിഞ്ഞു. ഇന്ന് 13,300 വോട്ടാണ് ഭൂരിപക്ഷം. കഴിഞ്ഞ 2021 40,000 നിന്ന് കുത്തനെ ഇടിഞ്ഞ് 13,300 ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷത്തെ കൊണ്ടുവരാൻ സാധിച്ചത് NDAയുടെ പ്രവർത്തന വിജയം എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 2011 LDFന്റെ ഭൂരിപക്ഷം 30,065 വോട്ടാണ് 2011. 2016 അവിടെ LDFന്റെ ഭൂരിപക്ഷം 40,381 വോട്ടാണ്. 2021 LDFന്റെ ഭൂരിപക്ഷം 31,636. അതായത് കേരളത്തില് വലിയ ഭൂരിപക്ഷം, തെക്കൻ കേരളത്തിൽ തന്നെ വലിയ ഭൂരിപക്ഷങ്ങൾ സംഭാവന ചെയ്ത ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. ആ മണ്ഡലത്തിലാണ് 13,000 വോട്ടിന് 13,300 വോട്ടിന് LDFനെ പിടിച്ചു കെട്ടാൻ കഴിഞ്ഞത് എന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രവർത്തനത്തിന്റെ ഒരു വലിയ വിജയമായിട്ട് ഞങ്ങൾ കാണുന്നു. ഇപ്പോ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി ഇടതുപക്ഷം ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്. ആ മുനിസിപ്പാലിറ്റി ലീഡ് ചെയ്തത് NDAയാണ്. ഒന്നാമതെത്തിയത് NDAയാണ്. 34 ബൂത്തുകളാണ് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലുള്ളത്. 34 ബൂത്തുകളിലും 20 ബൂത്തുകൾ NDA ഒന്നാമതാണ്. മൃഗീയമായിട്ടാണ് 20 ബൂത്തുകളിൽ NDA ഒന്നാമത്. ഒറ്റൂർ പഞ്ചായത്ത് LDF ഭരിക്കുന്ന പഞ്ചായത്താണ്. ഒറ്റൂർ പഞ്ചായത്തിൽ ഒന്നാമതെത്തിയത്, ലീഡ് ചെയ്തത് NDA. അവിടെ 14 ബൂത്താണ്. 14 ബൂത്തുകളിൽ 8 ബൂത്തുകളിൽ NDA ഒന്നാമത്. വക്കം പഞ്ചായത്തിൽ LDF ഭരിക്കുന്ന പഞ്ചായത്താണ്. അവിടെ ആകെ മൊത്തം നോക്കുന്ന സമയത്ത് 150 വോട്ടിന് LDF അവിടെ ലീഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആകെ 16 ബൂത്താണ് അവിടെ. 16 ബൂത്തിൽ 10 ബൂത്തും ലീഡ് ചെയ്തിരിക്കുന്നത് NDAയാണ്. മണമ്പൂർ പഞ്ചായത്തിൽ ആകെ 19 ബൂത്താണ്. 19 ബൂത്തിൽ 9 ബൂത്ത് ലീഡ് ചെയ്തിരിക്കുന്നത് NDAയാണ്. ഇത്തരത്തില് ഒരു വലിയ ജനപിന്തുണ ഞങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച്
5% വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വർദ്ധിപ്പിക്കാൻ നാം ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് CPM-ന്റെ പല ശക്തി കേന്ദ്രങ്ങളിൽ വലിയ വോട്ട് വർധന വരുത്താൻ വേണ്ടി ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ കേരളത്തിന് 30% വരെ ഏകദേശം 31% വോട്ട് ഈ തെരഞ്ഞെടുപ്പിന് സമാഹരിക്കാൻ 25.6% നമ്മൾ കഴിഞ്ഞ തവണ, ഇത്തവണ 31% വോട്ട് ഇവിടെ സമാഹരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് കേരളത്തിലെ 6 നിയോജക മണ്ഡലങ്ങളാണ് NDA 2ാം സ്ഥാനത്ത് വന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ ഒരു മണ്ഡലം ആറ്റിങ്ങലാണ്. ആ നിലയ്ക്ക് ജനങ്ങളുടെ ഒരു വലിയ പിന്തുണ, അതായത് ഒരു വലിയ ഒരു UDF തരംഗത്തിനിടയിൽ നമുക്ക്, കാരണം UDF തരംഗം എന്ന് പറയുമ്പോൾ മുൻകാലങ്ങൾ ഉണ്ടായതുപോലെയല്ല. RSP 4 സീറ്റിലാണ് കേരളത്തിൽ മത്സരിച്ചത്. അതിൽ പലരും പുതിയ ആളുകളായിരുന്നു. ആറ്റിങ്ങിന് മാത്രമാണ് പരാജയം. ബാക്കി 3 സീറ്റ് ഇരവിപുരത്തൊക്കെ പുതിയ ആളുകളാണ്. അവരൊക്കെ വലിയ ഭൂരിപക്ഷം ചെയ്തു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 8 സീറ്റാണ് കേരളത്തിൽ മത്സരിച്ചത്. 7 സീറ്റ് വിജയിച്ചു. മുസ്ലിം ലീഗ് മത്സരിച്ച 90% സീറ്റ് വിജയിച്ചു. അപ്പൊ ഇത്തരത്തിൽ അവരുടെ ഘടകകക്ഷികൾ ഉൾപ്പെടെ വലിയ ഒരു സ്ട്രൈക്ക് റേറ്റ് ലഭിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിലാണ് ഒരു വലിയ മുന്നേറ്റം LDF-നോടും UDF-നോടും പൊരുതി ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ NDA നേടിയത്. നേരത്തെ പറഞ്ഞതുപോലെ ചില പഞ്ചായത്തുകളിലേക്ക് ലീഡ് നഷ്ടപ്പെട്ടുവെങ്കിലും ഏറ്റവും അധികം ബൂത്തുകൾ ലീഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റിയിട്ടുണ്ട്. ഒരു വികസിത ആറ്റിങ്ങലിന് വേണ്ടിയിട്ടാണ് NDA വോട്ട് ചോദിച്ചത്. ഈ നിയോജക മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ, ഈ നിയോജക മണ്ഡലത്തിലെ വികസന സാധ്യതകൾ, അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, ആ പദ്ധതികൾ മുടങ്ങിയതിന്റെ കാരണങ്ങൾ, ഇതൊക്കെയാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതുപോലെ അഴിമതി, കെടുകാര്യസ്ഥത, ഇതൊക്കെ തന്നെ ഈ നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുപോകും. വരും നാളുകളിലും ഇതെല്ലാം തുടരും. ഈ നിയോജക മണ്ഡലത്തിലെ ശക്തമായ പ്രതിപക്ഷമായി ജനങ്ങൾക്കൊപ്പം അവരുടെ ആവശ്യങ്ങൾ ഏറ്റെടുത്ത് അടുത്ത 5 വർഷം BJP ഉണ്ടാവും, NDA ഉണ്ടാവും. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ പാർലമെന്റ് വിജയിക്കുന്ന ഒരു പാർലമെന്റാണ്. അതിന് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പരിപാടികൾ, പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടി ആസൂത്രണം ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പിന്തുണയാണ് ആറ്റിങ്ങലിലെ മാധ്യമ സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടിയത്. വലിയ പിന്തുണ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരാളോട് പിന്തുണ കാണിക്കാൻ അല്ലെങ്കിൽ സഹായിക്കാൻ മാധ്യമ പ്രവർത്തകർക്ക് കഴിയില്ല. പക്ഷപാതരഹിതമായിട്ടുള്ള, എല്ലാവരെയും ഒരുമിച്ച് കണ്ടുകൊണ്ട് പക്ഷപാതരഹിതമായിട്ടുള്ള വലിയ പ്രവർത്തനമാണ്, പരിഗണനയാണ് ആറ്റിങ്ങലിലെ എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും ഇന്ത്യക്ക് കിട്ടിയത്. അതിന് എല്ലാവരോടും, എല്ലാ മാധ്യമ സുഹൃത്തുക്കളോടും അങ്ങേയറ്റത്തെ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആറ്റിങ്ങലിൽ ഞങ്ങൾ വലിയൊരു മുന്നേറ്റമാണ് നടത്തിയത്. ഈ തെരഞ്ഞെടുപ്പിൽ 13,300 വോട്ടാണ്. തീർച്ചയായിട്ടും വരാൻ പോകുന്ന ഭാവി ആറ്റിങ്ങൽ അത് NDA-യാണ് എന്ന് ഞങ്ങൾക്ക് ഉറപ്പും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, കഴിഞ്ഞ 5 വർഷമായിട്ട് ആറ്റിങ്ങലിൽ ഒരു MLA ഓഫീസ് ഇല്ല എന്നുള്ളതായി. അതൊരു യാഥാർത്ഥ്യം. MLA കാണാൻ ഏകദേശം സാധാരണക്കാരായിട്ടുള്ള, തൊഴിലാളികളായിട്ടുള്ള കിളിമാനൂർ ഭാഗത്ത്, അതുപോലെ ആറ്റിങ്ങൽ ഭാഗത്തുള്ള ആളുകൾ വരുന്ന സമയത്ത് അവർ പല പാർട്ടിക്കാരാണ്. കോൺഗ്രസുകാരന്റെയും CPM-കാരന്റെയും ലീഗുകാരന്റെയും ഒക്കെ MLA-യാണ്. അപ്പൊ എല്ലാവർക്കും വരാൻ പറ്റുന്ന, ശങ്കയില്ലാതെ വന്ന അവരുടെ ആവലാതികളും ബുദ്ധിമുട്ടുകളും പറയാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം MLA ഓഫീസ് എന്നുള്ളത് ഒരു പൊതു ധാരണയാണ്. അത് ജനാധിപത്യത്തിന്റെ മര്യാദയാണ്. പക്ഷെ കഴിഞ്ഞ 5 വർഷം ആറ്റിങ്ങൽ MLA ഓഫീസ് ഇല്ല. ഉണ്ട് എന്ന് പറയുന്നത് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസാണ്, CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസാണ്. അവിടെയാണ് MLA ഇരിക്കുന്നത്. ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. ജനങ്ങൾക്ക് നിരവധിയായ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഈ പ്രചരണത്തിന്റെ ഇടയിലും അതിനു മുമ്പും ഒക്കെ തന്നെ നിരവധി ആളുകൾ ഈ ഒരു ബുദ്ധിമുട്ട് ഞങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ ആവശ്യപ്പെടുന്നു എല്ലാ ജനങ്ങൾക്കും വരാനും കാണാനും അവരുടെ ആവശ്യങ്ങൾ സംസാരിക്കാനും ഇടപെടലുകൾ ആവശ്യപ്പെടാനൊക്കെ പറ്റുന്ന, എല്ലാ പൊതുജനങ്ങൾക്കും സമീപിക്കാൻ പറ്റുന്ന ഒരു MLA ഓഫീസ് ഇത്തവണയെങ്കിലും ആറ്റിങ്ങൽ ഉണ്ടാകണം. അത് ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണ്. അതൊരു ജനാധിപത്യ മര്യാദയുടെ ഭാഗമാണ്. കഴിഞ്ഞ 5 വർഷവും അതിവിടെ ഇല്ലായിരുന്നു. അതിന് വലിയ ബുദ്ധിമുട്ട്, വലിയ വില ഈ നാട്ടിലെ സാധാരണക്കാര് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തവണ പാർട്ടി ഓഫീസിൽ നിന്ന് മാറി എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു MLA ഓഫീസ് ആറ്റിങ്ങൽ ഉണ്ടാകണം. അതിന് MLA തയ്യാറാകണം. അല്ലെങ്കിൽ ഒരു സമാന്തര ഓഫീസ് NDA ഇവിടെ ഉണ്ടാകും. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്
Arabian Fashion Jewelry Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.